നമ്മൾ അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഷൊർണൂർ പണ്ടത്തെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഒന്നും അല്ല, ഒരു മിനി എയർപോർട്ട് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അവിടുന്ന് തന്നെ ബസ് പിടിച്ചിട്ട് നമ്മൾ പട്ടാമ്പി വീട്ടിലെത്തി. വന്ന ഉടനെ ഒരാൾ കളിയൊക്കെ തുടങ്ങി, പക്ഷെ കളിക്കാനുള്ള സമയമില്ല നമുക്ക്. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കുളിച്ചിതാ റെഡി ആയിട്ട് നമുക്ക് പോണം ഒരു കല്യാണത്തിന്. ഇന്ന് കല്യാണ തലേന്നാണ് കേട്ടോ. നമ്മുടെ ഇതില് അയിനൂൺ എന്നാണ് പറയാ ഈ ഒരു ദിവസത്തിന്. അപ്പൊ നമ്മള് റെഡി ആയിട്ട് ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. എന്നിട്ട് നമ്മൾ വേഗം തൃശ്ശൂർക്ക് പോവാണ്. അവിടെ വെച്ചിട്ടാണ് അയിനൂണ്. ഇതാണ് വെന്യൂ. ഇവിടെ ഓൾറെഡി നമ്മൾ എത്തിയപ്പോഴേക്കും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, അതായത് ചടങ്ങുകളൊക്കെ കുറച്ചേ ഉള്ളൂ. പിന്നെ എല്ലാവരും പാട്ടൊക്കെ പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പൊ ഇവിടെ എന്താ നടക്കണെന്ന് വെച്ചാല് ഏടത്തിമാരെല്ലാരും കൂടിയിട്ട് ഫോട്ടോഗ്രാഫറെ പിടിച്ചിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തോണം കേട്ടോ എന്ന് പറയാണ്. ഇതാണ് കല്യാണത്തിന്റെ ദിവസത്തെ നമ്മുടെ ഡ്രസ്സ്. ഇത് ഞാൻ പട്ടാമ്പി കല്യാൺ സിൽക്സ് എടുത്താണ് കേട്ടോ. ഇത് മാന്യവർന്ന് ബാംഗ്ലൂർന്ന് ഡാഡയും മോനും കൂടെ ഒരുപോലത്തെ ഡ്രസ്സ് എടുത്തിരിക്കുകയാണ്. കല്യാണിലെ കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വിലയും വളരെ എക്കണോമിക്കലാണ്. അപ്പൊ വേഗം റെഡി ആവട്ടെ. നമ്മൾ തൃശ്ശൂർ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അവിടെ താമസിക്കുക ചെയ്തത്. ഇനി ഏർലി മോർണിംഗ് തന്നെ നമുക്ക് റെഡി ആയിട്ട് പോകണം, കാരണം മുഹൂർത്തം നേരത്തെയാണ്. റെഡിയായി വന്നപ്പോഴേക്കും പക്ഷെ കുറെ സമയം എടുത്തു കേട്ടോ. ഈ മൊബൈൽ പിടിച്ചിട്ട് മിററിൽ ഇതുപോലെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ മോശമാണ്. അല്ലെങ്കിൽ കുറെ നാളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോഗ്രാഫി സ്കില്ലൊക്കെ വളരെ മോശമായിട്ടുണ്ട്. നമ്മളപ്പോൾ വെന്യൂവിലെത്തി. നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വെന്യൂ ആയിരുന്നു. ഇതാ അച്ഛനും മോനും ട്വിന്നിങ് ആണ്. അപ്പം എല്ലാവരും ചോദിച്ചു എന്താ അമ്മയ്ക്ക് കിട്ടിയില്ലേ ഡ്രസ്സെന്ന്. അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. അവിടെ പാലുകാച്ചൽ, ഇവിടെ പെരകീർ താമസം എന്ന് പറഞ്ഞ പോലെ അവിടെയൊക്കെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങള് ഫോട്ടോ സെഷന്റെ തിരക്കിലായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ വളരെ ഭംഗിയായി. ഇനി ഇതാ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സദ്യ എൻജോയ് ചെയ്യാൻ പോവാണ്.